ഹായ്, ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അടൂർ. ഈ വീഡിയോ ഇന്നലെ വൈകിട്ട് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇതിന് ഫോണിനകത്ത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പിന്നെ രാത്രി ഒരു 12 മണി കൂടുതൽ ഇങ്ങനെ കുത്തിയിരുന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതുവരെ പിന്നെ ചില പോസ്റ്റുകളും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്ത് കളയേണ്ടി വന്നു. ഇതിനി എങ്ങനെയെന്നറിയില്ല. ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടെ അവതരിപ്പിക്കുന്ന ഈ വിഷയം കേൾക്കുമ്പോൾ പലർക്കും ആദിയും സങ്കടവും ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു വിഷയമാണ്. കാരണം മിക്കവരും ഭയപ്പെടുന്നൊരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അത് പറയാതിരിക്കാൻ തരവില്ല, പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പല കാര്യങ്ങൾ പല സമയത്തും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ റീസെൻ്റായിട്ട് ഇപ്പോൾ 2-3 മാസത്തിനകവും ഞാൻ ആ ഒരു സംഭവത്തിൽ കൂടി ഇങ്ങനെ സംഭവത്തെ ഫേസ് ചെയ്തു ഒക്കെ ഞാൻ വന്നൊരു വ്യക്തിയാണ്. വേറൊന്നുമല്ല, അതിനെക്കുറിച്ചൊരു പാട്ട് പാടും 4 വരി. എൻ്റെ ഒരു ബ്രദർ എഴുതിയൊരു പാട്ടാണ്. മരണം മർത്യനൊരു നിയമം, മരിക്കും നീയും ഒരു ദിവസം, മഹാത്മാവും എളിയവനും മരണത്തിൻ മുൻപിൽ ഒരു പോലെ. മരണം മർത്യനൊരു നിയമം, മരിക്കും നീയും ഒരു ദിവസം, മഹാത്മാവും എളിയവനും മരണത്തിൻ മുൻപിൽ ഒരു പോലെ. ഞാൻ വലിയവനാണ്, ഞാനല്ലെങ്കിൽ ഭയങ്കര ഉന്നത കുടുംബത്തിലുള്ള ആളാണ്. ഞാൻ ഭയങ്കര പൈസക്കാരനാണ്, ഞാൻ ഭയങ്കര സൗന്ദര്യമുള്ളവനാണ്, ഉള്ളവളാണ്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന അനേക സെർവൻസ് എൻ്റെ വീട്ടിലുണ്ട്, ഓഫീസിലുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന MBW അങ്ങനെയൊക്കെയുള്ള കാറുകളൊക്കെ ഇല്ലേ, എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ല. ബെൻസ് കാറും അല്ല, അതിനപ്പുറത്തുള്ളത് റോൾസ് റോയ്സ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാറുകളൊക്കെ, അതിനകത്തൊക്കെയാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ആഡംബര കാറുകളിലാണ്. അതുകൊണ്ട് നെവർ, ഒരിക്കലും എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല, മരണത്തിന് എന്നെ തൊടാൻ പറ്റുകയില്ല എന്ന് ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യം നട്ടലുള്ള ആരെങ്കിലും, ജീവനുള്ളവരിൽ ആരെങ്കിലും ഉണ്ടോ? ലിവിങ് തിങ്സിൽ അങ്ങനെ പറയാൻ ഉള്ളവൾ ആരുമില്ല എന്ന് പാവപ്പെട്ടവർ പറയും. ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, ഞാൻ കഷ്ടതയും സങ്കടവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ, ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം വേണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിലെ സന്തോഷ സുഖങ്ങളൊക്കെ അനുഭവിക്കണം, അപ്പോൾ എനിക്കും മരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ദൈവം വിളിക്കുമ്പോൾ, ദൈവം തന്ന ആത്മാവിനെ ദൈവം തിരികെ വിളിക്കുമ്പോൾ, അതായത് നമ്മൾ ആകുന്ന ആത്മാവ് നമ്മുടെ വീടാകുന്ന ഈ ശരീരത്തിൽ, കാരണം ഓരോ ആത്മാവിനും വസിപ്പാൻ ഒരു ശരീരം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ആത്മാവാകുന്ന നമ്മൾ ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, അത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാക്കളാണ് നമ്മൾ. അപ്പോൾ ഈ ശരീരം കേടാകുന്ന സമയത്ത്, അതായത് ഈ വീട്ടിൽ വസിക്കാൻ കൊള്ളാതാകുന്ന സമയത്ത്, നമ്മുടെ ദൈവം ആത്മാവുന്ന ദൈവം തന്നിലേക്ക് മടക്കി വിളിക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. ചിലർക്കും മരണമെന്ന് കേട്ടാൽ ഇപ്പോഴും ഭയമാണ്. ഈ 2-3 മാസം മുമ്പും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. ഈ മുറിയിൽ, എൻ്റെ ഈ മുറിയിലിരുന്നുകൊണ്ടാണല്ലോ എപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് വേറെ സ്പേസ് ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആകെപ്പാടെ ഈ ഒരു മുറി മാത്രമേ ഉള്ളൂ, ടൈൽസ് ഇട്ടതും. ഇത്രയെങ്കിലും വൃത്തി എന്ന് പറയണ്ട, തൂത്തുവാരിയിട്ട് കുറേ ദിവസം എനിക്ക് വയ്യ. അവിടെ എല്ലാം അടുക്കുമ്പോഴേക്കും എല്ലാം കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും കിടപ്പുണ്ട്, സഹായിക്കാൻ ആരുമില്ല. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഒരു ബലം ശരീരത്തിന് കിട്ടുമ്പോഴാണ് ഞാനിതൊക്കെ ചെറിയ ഓരോന്നൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഒരു 1000 കിലോ ഉള്ള ഒരു സാധനം നമ്മുടെ ഇവിടെ ഇങ്ങനെ നെഞ്ചിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ആയിരിക്കും? അത് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. എന്നാൽ ഗ്യാസ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഗ്യാസാണല്ല,
ഇങ്ങനെ ഒറ്റപ്പിടുത്തമാണ്. അത് അവിടെ അങ്ങ് ഇരിക്കും, ഹൃദയം സ്തംഭിച്ചിരിക്കും. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഹാർട്ടിൻ്റെ ഒരു സൈഡിൽ പമ്പിങ് കുറവാണ്, ലെഫ്റ്റ് വെൻട്രിക്കിളും കണ്ട് പമ്പിങ് കുറവാണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പിടുത്തവും കൂടെ വരുമ്പോൾ ഉണ്ട് ഈ കിടക്കുന്ന കട്ടിൽ, ഈ കമ്പിളി ഉണ്ടല്ലോ, ഈ കമ്പിളി, അപ്പോൾ ഈ ഞാനിപ്പോൾ തലേണയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തലേണയിലൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോൾ കിടക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ കമ്പിളി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി പൊക്കി 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 വെക്കും. പൊക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തലേണ ചാരി വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കിടക്കുമ്പം പറ്റത്തില്ല, വീണ്ടും ചാടി എണീക്കും. എൻ്റെ ഡ്രസ്സെല്ലാം, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞല്ലോ, ഞാൻ പോയൊരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ ചിരിച്ചോണ്ടല്ലേ പറയുന്നത്, അപ്പോൾ നിങ്ങൾ ചിരിച്ചോണ്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ ഈ ഇട്ടിരുന്ന ഡ്രസ്സ് കംപ്ലീറ്റ് അണ്ടർവെയർ സഹിതം, അണ്ടർ ഗാർമെൻറ്റ് സഹിതം എല്ലാം ഞാൻ ഊരി എറിഞ്ഞ് ഈ മുറിക്കകത്ത് മരണപ്രാളം എന്നൊരു സാധനം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിറ്റേ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡാകുന്നതും ICUലാകുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഡാഡി, ഞാൻ ഹെവൻലി ഫാദറിനെ ഡാഡി എന്നാണല്ലോ വിളിക്കുന്നത്, യേശു കർത്താവിനെ വിളിക്കണ കുറച്ച് സമയമുള്ളൂ, ഡാഡി എന്നാണ് ഞാൻ കൂടുതൽ വിളിക്കുന്നത്. ഡാഡി, എനിക്ക് വയ്യ, എനിക്കിത് സഹിക്കാൻ വയ്യ, ഒന്നുകിൽ എൻ്റെ ജീവൻ ഇപ്പോൾ എടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ചാടുന്നതിനിടയ്ക്ക് പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ കൂൾ ഡൗണായി. ഒരു പ്രത്യേക ഒരു ഇതിൽ ഈ പൊക്കി വെച്ച ഈ ചുരുട്ടി മടക്കി പൊക്കി വെച്ച ഈ കമ്പിളിയുടെ പുറത്ത് തലേണം വെച്ച് പിന്നെ ഞാൻ കുറേ നേരം രാവിലെ വരെ കിടന്നു, ശ്വാസം മുട്ടില്ലാതെ. ദൈവം എന്നെ കംഫർട്ട് സോണിലാക്കി എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ ചില അത്ഭുതകരമായ ഇടപെടൽ എന്ന് പറയുന്നത്. എനിക്ക് ആ സമയത്ത് മരിക്കാമായിരുന്നു അല്ലേ, എൻ്റെ ജീവൻ തിരിച്ചെടുക്കാമെന്ന്. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ജീവനോടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ദൈവത്തിന്, മനുഷ്യർക്കാർക്കും എന്നെ വേണ്ട, ഒരു മനുഷ്യനും എന്നെ വേണ്ട, എനിക്കുള്ളവർക്ക് പോലും, രക്തത്തിന് പോലും എന്നെ വേണ്ട, പിന്നെന്തോ. പക്ഷെ ദൈവത്തിന് എന്നെ വേണം. അതുകൊണ്ട് ദൈവം എന്നെ കംഫർട്ട് സോണിൽ എത്തിച്ചു. ആ സേഫ് സോണിൽ ഞാൻ ചെറുതായിട്ട് മയങ്ങി. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഓഫീസിൽ പോകാൻ തുടങ്ങുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവമുണ്ട്, എനിക്കൊരു മാനസികമായിട്ട് ഇപ്പോഴും എന്നെ തകർത്തിയ ഒരു സംഭവമാണ്. എനിക്ക് ഓഫീസിൽ വെച്ചാണ് അറ്റാക്ക് വരുന്നത്. അവിടുന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു വിട്ട് ഇങ്ങനെ ഷട്ടർ ഇങ്ങനെ വലിച്ചു താഴ്ത്തിയപ്പോൾ അവിടെ നിന്ന് കറങ്ങി ശരീരം കറങ്ങുമല്ല, ശരീരത്തിനകത്തെല്ലാം കൂടെ എന്തോ ഒരു വലിയൊരു എയർ വന്ന്, ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള എയർ വന്നിങ്ങനെ കറങ്ങും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ വാക്കുമാണ് കാണുന്നത്, എം ടി ആയിട്ടിരിക്കുന്നത്, എംറ്റിനെസ്സാണ് കാണുന്നത്. ഇങ്ങനെ കറങ്ങും അകത്ത്, ഈ വാഷിംഗ് മെഷീനിൽ തുണി ഇറങ്ങുന്നതിൻ്റെ തൊട്ട്. അത് കഴിഞ്ഞ് ശരീരത്തിനകത്തോട്ട് തലേന്ന് ഒരു തണുപ്പ് പടർന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ആരുടെ മുമ്പിൽ എന്നെ വീഴ്ത്തല്ലേ കർത്താവേ. ഒരു വാക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പുറത്ത് കസേര ഇരുന്നു. ഒരിക്കലും അവിടെ കസേര കാണുന്നതല്ല. ഞാൻ പതിയെ ചെന്ന കസേര ചെന്നിരുന്നു. അവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു. ദൈവം എന്നെ ബലപ്പെടുത്തണമേ, ആ ലോക്ക് ചെയ്യാൻ. കാരണം താഴെ ഇടാൻ എനിക്ക് പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അജീഷ് എന്ന് പറഞ്ഞൊരു ഓട്ടോക്കാരനെ വിളിച്ചു. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ആ ലോക്ക് ഇടാനുള്ളൊരു, കാരണം ഓഫീസ് തുറന്നിട്ട് പോകാൻ പറ്റില്ല, ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്ന്. അപ്പോൾ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ തകർന്നിരിക്കുക. ദൈവമേ എന്നെ പിടിച്ചോണേ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് ഇന്ന് ട്രഷറിയുടെ അവിടെ ഒരു കസേരയുണ്ട്, അവിടെ ഞങ്ങളുടെ സൂരജിൻ്റെ അവിടെ ഒരു ഇതുണ്ട്, ഒരമ്മയും മുൻകൂടെ നടത്തുന്നൊരു അക്ഷയ സെൻറ്റർ പോലെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വന്ന് കസേര വന്നിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറയുന്നില്ല, സൂരജൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ നോക്കി കണ്ണ് കാണിച്ച് ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അജീഷ് വന്നു, ഓട്ടോയിൽ കയറി വന്നപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ശവക്കോട്ടയാണ്, അതിൻ്റെ ആ വഴിയിൽ ഒരു കാറിലൊരാൾ വന്നൊരു പൂച്ചക്കുഞ്ഞാണ്, പട്ടിക്കുഞ്ഞാ, ഈ പൂടപ്പെട്ടി, ഈ പോമറൻ ടൈപ്പുള്ള, നല്ല ഭംഗിയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ആശാനാണോ ആശാട്ടി എന്നതിനെ കൊണ്ട് സൈഡിൽ അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ, അവിടെ ആ ഒരു പോസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവച്ചു. ഈ കുഞ്ഞാണ്ട് ഇങ്ങനെ കണ്ണും വിളിച്ച് ഇങ്ങനെ നോക്കുക. എനിക്കിത് കണ്ടിട്ട് ലൈവ് ചെയ്യണമെന്നുണ്ട്, എന്തോ, പക്ഷേ എനിക്ക് അനങ്ങാൻ വയ്യ, എനിക്ക് ചെന്ന് എടുക്കണമെന്നുണ്ട്. ഒന്നിനെ തന്നെ വളർത്താൻ കിടന്ന് ഞാൻ കിടന്ന് പാടുപെടുക. കാരണം ഇപ്പം
സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ടും കയ്യിൽ പൈസ ഇല്ലാത്തതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ കുഞ്ഞിനെ കൂടെ ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? അതിന് ആഹാരം കൊടുക്കണ്ടേ? അപ്പം വഴക്ക് പറയുന്നത് അതൊരു വിഷയമുള്ള കാര്യമല്ല. ദൈവമേ, ആ കുഞ്ഞിന് ജീവനോടുണ്ടോ, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നും എനിക്കറിയില്ല. ഞാൻ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് തന്നെ പോരേണ്ടി വന്നു. എൻ്റെ ഹൃദയവേദന കൂടിയതേ ഉള്ളൂ. അതൊരു മിണ്ടാപ്രാണി, അങ്ങനെയൊന്നും ചെയ്യരുതാരും. അത് അമ്മയുടെ കുറച്ചും കൂടെ ഒക്കെ വളർന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതെങ്ങനെയെങ്കിലും പോയി ജീവിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ടൊക്കെ പോകും. അല്ല, ഷെൽട്ടേഴ്സ് ഉണ്ട്, കൊടുക്കണം. ഇങ്ങനെ വഴിയിലൊന്നും കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്ന് അതിങ്ങനെ നോക്കി ഒന്നും മനസ്സിലാതെ കണ്ണും വീഴ്ചിരിക്കുക. അങ്ങനൊരു ഭയങ്കര ഒരു സങ്കടം എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായി. അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെ അന്ന് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം ഉണ്ടായതും ഈ ഈക്കകത്ത് ഇങ്ങനെ കിടന്നതും ഇങ്ങനെ ദൈവം എനിക്ക് ആശ്വാസം തന്നതൊക്കെ. എന്നാൽ ഈ വിഷയം, ആ കുഞ്ഞിൻ്റെ കണ്ണ് ഇങ്ങനെ, മുഖം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ജീവനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ റെഡ് ക്രോസിലൊക്കെ കുറേ നാൾ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. റെഡ് ക്രോസിൽ ഹോം നഴ്സിംഗ് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, ഞങ്ങൾ ബോംബെയിലായിരുന്നപ്പോഴും ഒറീസയിലൊക്കെ വന്നപ്പോൾ ഒരു ലോറി നിറയെ ഡ്രസ്സാണ് ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കാൻ ദൈവം സഹായിച്ചത്. അത് ഹിന്ദിക്കാരുടെ ഇടയിലായാലും മലയാളീസിൻ്റെ ഇടയിലായാലും അവരുടെ വീടിനെ വെളിയിൽ ചെന്ന് നിന്നിട്ട് കാര്യങ്ങൾ പറയും. അന്നപ്പോൾ അതിങ്ങനെ വലിയ വിഷയമായിട്ട് കിടക്കുക. ഡ്രസ്സുകൾ കൊണ്ടുവരും, അതെല്ലാം ഞാൻ അടുക്കി ആൾക്കാർ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ, കാരണം അത് ചൊട്ടയിലെ ശീലം തന്നെയാണ് എൻ്റെ ഈ സ്വഭാവം. അപ്പോൾ എനിക്ക് കിട്ടില്ല, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അതിന് ഇവിടെ നിന്ന് ശരിക്കും വഴക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം. അമ്മയൊക്കെ ശരിക്കും എന്നെ വഴക്ക് കുറവായിരുന്നു, ഓരോന്നെടുത്ത് ഓരോരുത്തർ കൊടുക്കുമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതിങ്ങനെ വലിയ ഒരു ലോറി നിറയാണെന്ന് അവിടുന്ന് ലോഡ് പോകാൻ ഇടയാക്കിയ ദൈവം. അപ്പോൾ ഇവിടെ ആയിരുന്ന സമയത്ത്, റെഡ് ക്രോസിൽ വരുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യും. പഠിച്ചത് ഹോം നഴ്സിംഗ് പഠിച്ച എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. കാരണം ആർക്കെങ്കിലും ഒന്ന് വയ്യാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അവരൊന്ന് നോക്കാനും എടുക്കാനൊക്കെ നമുക്ക് ഒരു ഇത് വേണമല്ലോ, അതിനു വേണ്ടി ജസ്റ്റ് പഠിച്ചതാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മമ്മി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ 3 അടുക്കായിട്ടുള്ള സിബുള്ള ബാഗുണ്ട്, വലിയ ബാഗ്. അതിങ്ങനെ പുറത്തിങ്ങനെ ഇട്ടിട്ട് ഓരോ വീട് കയറും. ഓരോ വീട്ടിൽ ചെന്ന് ആരുടെയും വീട്ടിനകത്ത് കയറില്ല, പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കും, കാര്യങ്ങൾ പറയാം. അന്ന് എനിക്കൊരു തയ്യൽ മെഷീനുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ് തയ്യൽ മെഷീനുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കീറിയതൊക്കെ ആണെങ്കിൽ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുവന്ന് തയ്ച്ച് നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി, ചിലപ്പം തേച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, എല്ലാം വൃത്തിയാക്കി മടക്കി സംഭവം ഞാൻ റെഡ് ക്രോസ് ഓഫീസിലെത്തിക്കും. ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പം പലർക്കും ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുകയും, ഞങ്ങളുടെ മുരളി സാർക്ക് മരിച്ചുപോയി. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് മമ്മി ഇവിടെ റിട്ടയർ ആകാൻ വേണ്ടി ഇവിടെ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ അടൂര് വർക്ക് ചെയ്യായിരുന്നു 2 വർഷം. മേരിമാക്കോ സിസ്റ്ററിൻ്റെ മകളാണ്. എന്നെ ഇതായിട്ട് ഏൽപ്പിച്ചേക്കാണെന്ന് പറഞ്ഞ് എപ്പോഴും ഫ്രണ്ട് ഇരുത്തിയേ കൊണ്ടുപോകുള്ളൂ എന്നെ. അവിടുത്തെ എല്ലാവരെക്കാളും ചെറിയ സൈസ് ഞാനാണ്. അപ്പം ഭയങ്കര ഉത്സാഹവും ഇതൊക്കെ നമ്മുടെ ഒരു രക്തത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ ദൈവം തന്ന ഗിഫ്റ്റുകളാണെന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന എല്ലാം കൊടുക്കാനും എടുക്കാനും. അപ്പം അതുപോലെ ഓരോരുത്തർ അത് ആര് കിടന്നാലും, അത് ശത്രുക്കളാണെങ്കിലും പിന്നെ വഴി വീണ് കിടന്ന് നമ്മൾ കാണാതെ പോകാൻ ഒക്കത്തില്ല. അങ്ങനൊരു മാനസിക അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പട്ടിക്കുഞ്ഞിനെ ഇങ്ങനെ ഇവർ കൊണ്ട് കളഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ ആയി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കൂടെ ബാധിച്ച്, ഈ അസുഖത്തിൻ്റെ കൂട്ടത്തിൽ ബാധിച്ചു. ഓക്കെ, ഞാനതല്ല പറഞ്ഞ്, ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട ആ സമയങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ICUലേക്ക് മാറ്റിയ സമയത്ത് അവർ പറഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചേച്ചി, പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും നോക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ICUവിൽ ഇട്ടേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ചേച്ചി ഇങ്ങനെ വാർഡിലിടാൻ പറ്റത്തില്ല, എപ്പോഴും ഞങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റും, മറ്റേത് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ സോപ്പൊക്കെ ഇട്ട് നമ്മളെ ഒന്ന് സേഫ് സോണിലാക്കിയിട്ടാണ് അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ കിടന്ന് ഞാനൊരു മരണത്തെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഉള്ളൊരു, കാരണം കുറേ ആഗ്രഹങ്ങളുണ്ട്. ആത്മീയപരമായിട്ടും ഉണ്ട് ആഗ്രഹങ്ങൾ, അല്ലാതെ ഭൗതികപരമായിട്ടും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കള്ളം പറയുന്നത് എന്തിനാ? അപ്പോൾ അതൊന്നും സാധിക്കാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമോ എന്നൊക്കെ ഒരു ചിന്ത വന്ന ഒരു സമയങ്ങളാണ്.
പക്ഷെ അന്നെല്ലാം നമ്മൾ ചെയ്യുന്ന എന്താ മെഡിറ്റേഷൻസ്, അതുപോലെ ഇപ്പം എനിക്കതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇപ്പം വയ്യായിരിക്കുന്നൊന്നും ചെയ്യാറില്ല. പ്രാർത്ഥനകൾ, ദൈവവുമായിട്ടുള്ളൊരു അടുപ്പം, ഇതൊക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത്. അതാണ് എപ്പോഴും ഞാൻ പറയുന്നത്, മനുഷ്യരെല്ലാം നമ്മളെ എത്ര സ്നേഹിക്കുന്നെന്ന് കാണിച്ചാലും, യഥാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിച്ചാലും, എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിട്ടേച്ചു പോകും. പക്ഷെ ഒരിക്കലും വിടാത്ത ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ. പറയുന്ന കേട്ടില്ലേ, നിരീശ്വരവാദികൾ പോലും മരിക്കാറാകുമ്പോൾ ദൈവമേന്ന് വിളിച്ചിട്ടാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭയങ്കര ലൈറ്റ് അടിക്കുന്നു മുഖത്തോട്ട്. അപ്പോൾ ഇങ്ങനെ മരണത്തെ മുന്നിട്ട് കണ്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ മരണമൊക്കെ കാണുമ്പോൾ പേടിയല്ല തോന്നുന്നത്, സങ്കടമാണ്. ആര് മരിച്ചാലും കരയും. ഇവിടെ ആണെങ്കിൽ ഞാൻ ആര് മരിച്ചാലും ഓടിച്ചെല്ലും. അതേത് വീടൊന്നും നോക്കത്തില്ല, പിന്നെ അവരുടെ കൂടെ നിൽക്കും. കാരണം ഈ പിന്നെ അന്ന് ഞാൻ പിന്നെ 9th-ലോ 10th-ലൊക്കെ പഠിക്കുന്ന സമയം, +2-നും ഒക്കെ പഠിക്കുന്ന സമയമൊക്കെ, അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ തലയിലൊക്കെ ഈ എന്താ കൊട്ടയൊക്കെ ഒരിടത്തും ഇല്ലെങ്കിൽ വലിയ കൊട്ടകളൊക്കെ മേടിക്കാമല്ലോ, ഇന്ന വീട്ടിൽ ചെന്നാൽ അവിടെ കൊട്ട ഇരിപ്പുണ്ട്, ഞാൻ പോകാം എന്നും പറഞ്ഞ് അതൊക്കെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു, ഒരു ആവേശമായിരുന്നു. ഓടിച്ചെന്ന് തലയിൽ കൊട്ടയൊക്കെ വെച്ചുകൊണ്ട് ചെന്ന് അല്ലെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ 3 അടുപ്പുകളിലിടാൻ ഇങ്ങനെ നീളമുള്ള റബ്ബിള് വെച്ചിട്ട് നടുക്ക് കുഴിച്ചിട്ട് ഇങ്ങനെ അടുപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഈ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ചെയ്ത് കൊടുക്കും. പല വീടുകളിൽ ഞാൻ ബോഡി പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു, കുളിപ്പിച്ച് അല്ലെങ്കിൽ സ്പഞ്ച് ചെയ്ത് അതെല്ലാം എടുത്ത് എല്ലാം കഴിച്ചിട്ട് എല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 10th മുതലുള്ള കുഴപ്പമാണ് ഇതൊക്കെ. അവരൊക്കെയാണ് എന്നെ ഇപ്പം തിരിഞ്ഞ് വായിക്കുവരെന്നൊക്കെ പറയുന്നത്, ഭ്രാന്തിന്നും ചീത്ത സ്ത്രീ എന്നൊക്കെ വിളിക്കുന്ന. ചില സമയത്ത് എനിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് അവർക്ക് വേണ്ടി ഓടിയതാണ്. പക്ഷേ മനുഷ്യരെല്ലാം മറന്നു, പക്ഷെ ദൈവം ഒന്നും മറക്കില്ല. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യർ മറക്കും, പക്ഷെ നമ്മളെ ഒരിക്കലും മറക്കാത്ത, നമ്മുടെ മനസ്സ് നമ്മളെക്കാൾ അറിയുന്ന, നമ്മുടെ ജീവിതം നമ്മളെക്കാൾ അറിയുന്ന ദൈവത്തിങ്കിലേക്ക്, ഈശ്വരനിലേക്ക് നമ്മളെ സമർപ്പിക്കുക, ദൈവവുമായിട്ട് ചങ്ങാത്തം കൂടുക. അതാണ് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ്. ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്കങ്ങനെ പുറമേ അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നുമില്ല, 1-2 പേരൊക്കെ ഉള്ളൂ. ഒരാൾ ഇട്ടേച്ച് പോയി, ഒരു പെണ്ണാണ് ഇട്ടേച്ച് പോയി, ഓക്കെ, നെവർ മൈൻഡ്. പിന്നെ ഒരു പുരുഷനാണുള്ളത്, അവനുമായിട്ട് ഞാൻ ഉടക്കിയിരിക്കുക. കാരണം ഞങ്ങളെന്നും വഴക്കുണ്ടാകും. പിന്നെ കുറേ കഴിയുമ്പം വിളിച്ച് കാര്യം പറയും, പിന്നെ പിണങ്ങിത്തേ ഇല്ലാത്ത രീതിയിലാണ് കാര്യം പറയും. എന്നെ ഒരുപാട് സഹായിച്ചൊരു ബ്രദർലി ഫ്രണ്ടാണത്. അപ്പോൾ അല്ലാതെ എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മരണത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും വിധേയത്വമുള്ളത്, സ്നേഹമുള്ളത്, ഫ്രണ്ട്ഷിപ്പുള്ളത് എൻ്റെ അപ്പായോടാണ്, എൻ്റെ ഡാഡിയോടാണ്, എൻ്റെ ഫാമിലി ഫാദറിനോടാണ്. എപ്പോഴും കാര്യം പറയും, ഒക്കെ ചെയ്യും. അപ്പോൾ അതൊരു വേറൊരു ലെവലാണ്, സ്പിരിച്വൽ റിലമാണ്. അത് പോട്ടെ, അതിനെപ്പറ്റി പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നാട്ടുകാർ നമ്മളെ കളിയാക്കിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ദൈവം നമ്മളെ അറിയുന്നു. അതുകൊണ്ടല്ലേ ദൈവം വീണ്ടും എനിക്കൊരു ജീവൻ തന്നത്. ഇനി ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ കാണുമായിരിക്കും, എന്നെക്കൊണ്ട് ആ റോള് ചെയ്യിക്കാൻ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം വീണ്ടും എന്നെ ജീവിപ്പിച്ചത്. ഒരുപക്ഷെ എൻ്റെ ജീവിതാനുഭവം വെച്ച് സ്വർഗവും നരകമൊന്നും ഇല്ല, പിന്നെ ദൈവവും ഇല്ല, അങ്ങനെയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ സൂയിസൈഡ് ചെയ്തു പോകാൻ. കാരണം എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ അതുപോലായിരുന്നു, എൻ്റെ സിറ്റുവേഷൻസ് അതുപോലായിരുന്നു. പക്ഷേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും പ്രേരിപ്പിക്കുന്നതും എല്ലാം എനിക്ക് എന്നെ പൊന്നുപോലെ എന്നെ സ്നേഹിക്കുകയും എന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും സ്നേഹിക്കുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഡാഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ നയിക്കുന്നത് എൻ്റെ പരിശുദ്ധാത്മാ ദൈവമാണ്. കാരണം നീ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോവല്ലേ, എപ്പോൾ നോന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഏസെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം എനിക്ക് നല്ല നല്ല പണി കിട്ടിയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ. പിന്നെ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്, അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. ഞാനിപ്പം ക്രിസ്ത്യൻ ആസ്പെക്റ്റിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. ജീവനുള്ള ദൈവമാണ് യേശു കർത്താവ്. അതെൻ്റെ
പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. ഇതിനെപ്പറ്റി കുറേ പറയാനുണ്ട്, അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഇതായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കണക്ഷൻ ഉള്ള കാര്യമാണ്. പക്ഷേ അപ്പോൾ ഇതങ്ങ് ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് അത് നിങ്ങൾ കേൾക്കില്ല. ചില ആൾക്കാർ മാത്രമേ ഫുൾ വീഡിയോ കാണാറുള്ളൂ. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രയോജനങ്ങളും ഉണ്ടാകും, ദൈവം തരും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്, ഈശ്വരൻ വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. നമ്മളാകുന്ന ആത്മാവിലല്ല, നമ്മൾ താമസിക്കുന്ന ശരീരത്തിലാണ്, ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഈ ഹൃദയത്തിൽ വസിക്കുമെന്ന് പറയുമ്പോഴും നമ്മളാകുന്ന ആത്മാവിൻ്റെ ഹൃദയവും അത് തന്നെയാണ് അല്ലേ, ചേർന്നിരിക്കുന്നതാണ്, അതിനോട് ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിലാണ് ആത്മാവെന്ന ദൈവം വന്ന് വസിക്കുന്നത്. അപ്പം നമ്മൾ പുറമേ പറയുമ്പോൾ ഈ ശരീരത്തിനുള്ള ഹൃദയം എന്ന് പറയും, പക്ഷെ അതിനകത്ത് എന്തുണ്ട്, നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഇതേ രൂപമുള്ള നമ്മുടെ ആത്മാവ് വസിക്കുന്നുണ്ട്. അപ്പോൾ ആ സത്യത്തിൽ ആത്മാവാകുന്ന ദൈവം, ആത്മാവാകുന്ന നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ ഡെപ്തിലോട്ട് ഇറങ്ങിപ്പോകുമ്പം നമുക്ക് കുറേ നമ്മൾ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പം പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ദൈവം തരും. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ആയിട്ടുള്ളൊരു വേറൊരു റെലമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ റെലമാണ്. അതെല്ലാവർക്കും പ്രാപിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കഷ്ടതയൊക്കെ സഹിക്കേണ്ടി വരും, പല കാര്യങ്ങളും സഹിക്കേണ്ടി വരും, പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാവരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ലോകത്തിൽ ആര് ശ്രമിച്ചാലും ആ കാര്യം പ്രാപിക്കാൻ പറ്റും. പക്ഷെ അതിന് തുനിഞ്ഞിറങ്ങണം, സഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കണം, എങ്കിലേ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ദൈവം നമുക്ക് ദാനമായി തരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ മരണമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്ന യാത്ര. അതായത് നമ്മളൊരു വീട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് ടൂർ പോകുന്നു, ടൂർ പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ജനനവും മരണവും ജീവിതമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വീട് എവിടെ? സ്വർഗത്തിലാണ്, ദൈവത്തിനടുത്താണ്. അവിടുന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ കൂടി ഉരുവായി, ദൈവം അറിയാതെയാണോ അല്ലല്ലോ, ഉരുവായിട്ട് നമ്മൾ ഈ ഭൂലോകത്ത് വന്ന് നമ്മൾ ജസ്റ്റ് ടൂറിന് വന്നതാണ്. ഇവിടെ അടിപിടിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മളിപ്പോൾ ഊട്ടി വരെ ടൂർ പോകുന്നു, അവിടെ നിൽക്കുന്നവരും കാണുന്നവരെല്ലാം അടിക്കാനും കൊല്ലാനും നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. ജയിലിൽ കിടന്നാൽ ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ്. കാരണം കുറച്ച് അധ്വാനം, ബിരിയാണിയൊക്കെ തിന്നാം. പണ്ട് എങ്ങാണ്ടായിരുന്നു, ഗോതമ്പുണ്ടയൊക്കെ ആയിരുന്നു, നല്ല അടിയും കിട്ടണം. ഇപ്പം അങ്ങനെ ശിക്ഷിക്കാനൊന്നും നിയമമില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എല്ലാം കൊണ്ടും പരമസുഖമാണ് മടിച്ചികൾക്കും ജയിലിൽ പോയി കിടക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഊട്ടി പോകുന്നു, ഊട്ടി പോയിട്ട് നമ്മളിതെല്ലാം കണ്ട് ആസ്വദിച്ചു സന്തോഷിച്ചു, നമ്മൾ സമാധാനത്തിനും സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് നമ്മുടെ ഭവനത്തിൽ വരുന്നു. അതുപോലെ ദൈവത്തിൽ നിന്ന്, സ്വർഗഭവനം വീട്ടിൽ നിന്ന് നമ്മൾ വന്നു യാത്ര ചെയ്യുന്നു, നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന കുടുംബമുണ്ട്, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ഫ്രണ്ട്സുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. അങ്ങനെ കാണാൻ നല്ല പ്രകൃതി രമണീയമായ ഭംഗിയുള്ളതായിട്ടുള്ള ഈ ദേശങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു. അതൊക്കെ ഇപ്പം ചുമ്മാ തന്നാലും അവിടെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പച്ചപ്പും വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. മറ്റത് പണ്ടങ്ങനെ അല്ലല്ലോ, എവിടെ ചെന്നാലും പ്രകൃതി രമണീയം, പച്ച ഗ്രീനറി, ഇങ്ങനെ ഭയങ്കര. എനിക്ക് ഗ്രീനറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവുമില്ല, ഊണുമില്ല, എനിക്ക് ആഹാരവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. അല്ലെങ്കിൽ കടൽക്കരയൊക്കെ എന്നെ കൊണ്ട് കുത്തിയിരുത്തി അവിടെ ഞാൻ ഇരിക്കും എത്ര നേരം. അല്ലെങ്കിൽ കായലിൻ്റെ തീരത്തോ അങ്ങനെയൊക്കെ അവിടെ ഞാൻ ഇരിക്കും. എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു പ്രാന്തൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി. ഈ പ്രകൃതി സൃഷ്ടിച്ചതാരാണ്? എൻ്റെ അപ്പനാണ്, എൻ്റെ ഞാൻ ചെയ്യുന്ന ജോലിയും എൻ്റെ ദൈവത്തിൻ്റെ ജോലിയുടെ ഒരു ചെറിയൊരു കൊനിഷ്ഠ ഭാഗമാണ് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ദൈവമാണ് മെയിനായിട്ടുള്ള റിയലായിട്ടുള്ള ഗ്രാഫിക് ഡിസൈനർ. ഗ്രാഫിക് എന്നല്ല, എല്ലാത്തിലും ഉള്ള ഡിസൈനർ, 3D അല്ല എന്തുപോലും ഡിസൈനർ ദൈവമാണ്. അതിലൊരു ചെറിയ പോർഷന് ഗ്രാഫിക്കിൽ ഒരു ഡിസൈനറായി തീരാൻ ദൈവം എന്നെ സഹായിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജോലി ഹാപ്പി ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്.
അതിനകത്ത് മുന്നേ ഇരുന്നാലും സമയം പോകുന്ന തരത്തിൽ രാത്രി വരെ രാവിലെ വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്തിട്ടുള്ള സമയങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ പ്രകൃതി രമണീയതൊക്കെ കണ്ട് നല്ല നല്ല കാറ്റൊക്കെ അടിച്ച്, കൊടുങ്കാറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബ്രീസ്, അങ്ങനെയുള്ള പതിയെ ചെറിയ വിൻഡ് ഇങ്ങനെ നമ്മളെ തഴുകി ഒഴുകിയൊക്കെ പോകുന്നതൊക്കെ സഹിച്ച് ഇച്ചിരി തണുപ്പൊക്കെ എന്ത് രസം, അടിപൊളി, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ചർച്ചസിലൊക്കെ പോയി, അല്ലെങ്കിൽ ടെമ്പിളിലൊക്കെ പോയി, മോസ്കിലൊക്കെ പോയി അവിടെ ഉള്ളവരെയും കണ്ട് അവിടെയും ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ച് സന്തോഷിച്ച് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ ആകാവൂ. കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക് പോകാൻ വന്നവരാണ്. ഈ മണ്ണിൽ കിടന്ന് അടിച്ച് പിരിയാനുള്ളവരല്ല. മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ഇതിനെല്ലാം ഒടുവിൽ ദൈവത്തിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. അത് ചിലപ്പം ആ ദൈവം നമ്മളെ കണക്ക് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തുനിന്ന് എടുത്തുകൊണ്ടായിരിക്കും. ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുത്തിക്കൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ ദോഷം വരുത്തിക്കൊണ്ടായിരിക്കും. എങ്ങനെയാണെന്നൊന്നും അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. എന്തായാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് മറ്റ് ഏത് രീതിയിലായാലും, റിലീജിയസ് ആയാലും, മതപരമായാലും, അല്ല കുടുംബപരമായാലും, വ്യക്തിപരമായാലും, പിന്നെന്താ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായാലും, എങ്ങനെയായാലും നമുക്ക് വഴക്കുണ്ടാക്കാനും ഇതൊന്നും ഉണ്ടാക്കാൻ യാതൊരു അർഹതയില്ല. നീയല്ല എൻ്റെ കാലിന് താഴെ വേണമെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. എല്ലാവർക്കും ഒരുപോലെ അധികാരമുള്ള ഒരു ഭൂമിയാണ്, ഒരു ജീവിതമാണ്, ഒരു ജീവിതയാത്രയാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ് നമ്മുടെ ഈ ചെറിയ ജീവിതം. അത് നമ്മൾ എത്രത്തോളം സന്തുഷ്ടമാക്കുന്നു അത്രത്തോളം നമ്മൾ ദൈവത്തെയും എന്താ പറയുക സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, യഥാർത്ഥമായിട്ട് വസിക്കുന്നുവെങ്കിൽ നമുക്ക്, കാരണം ഷോ ഓഫ് ഒക്കെ കാണിച്ച് ഞാൻ ഇന്നാണ്, ഭയങ്കര ആത്മീയനാണ്, ആ വെറൈറ്റി ആ ടൈപ്പുകാരെ പറ്റിയേ അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ ഇങ്ങനെ എന്തോ ഒരു കാര്യം കേട്ടതുപോലെ നെറ്റിൽ എൻ്റെ ഒരാൾ പറയുന്നത്, എന്നും ഒരു ഡോക്ടർ ആണ് പറയുന്നത്, ഒരു പ്രായമുള്ളൊരു മാഡമാണ് പറയുന്നത്, പുള്ളിക്കാരി ഒരു ജ്യോതിഷ ഇതാണ്, വേറെ ഡോക്ടറേറ്റൊക്കെ നേടി, അത് കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് ടൈമിൽ ഭാഗ്യലക്ഷ്മി അങ്ങനെ കണ്ട് തന്നെ എൻ്റെ പേര് തന്നെ അങ്ങനെ കണ്ടൊരു പേരാണ്. അപ്പം പിന്നെ മാഡം പറയുന്നത് എന്നും അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ എന്നും പള്ളിയിൽ പോയി പിന്നെ വന്ന് കുറ്റം പറയാം, അതല്ല യഥാർത്ഥ ദൈവഭക്തി. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരൊക്കെ ആണെങ്കിൽ ഒരു ഭക്തി ഇല്ലാത്തവരാണ്, അവർ അങ്ങനെ പറയാൻ പാടില്ല. എന്നും ഇങ്ങനെ വർഷിപ്പിംഗ് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ വന്ന് കുറ്റം പറയാൻ മറ്റു രീതി ജീവിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ഭക്തിയില്ല, അതവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്നവരും അല്ല, ഇതൊക്കെ അവർക്കെല്ലാം ഭയങ്കര ഭക്തി ഉള്ളിലുണ്ട്, അത് നമ്മൾ കാണത്തില്ലെന്നേ ഉള്ളൂ. അതാണ് എപ്പോഴും പറയുന്നത്, ഒരു മനുഷ്യനെ കാണുമ്പോൾ അവൾ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണെന്ന് നമ്മളൊരിക്കലും തരംതിരിക്കാനോ അവരെ വിധിക്കാനോ പാടില്ലെന്നുള്ളത്. നമുക്ക് അവരുടെ പുറമേ കാണുന്ന രൂപവും കാര്യങ്ങളൊക്കെ നമുക്കറിയൂ, അവരുടെ ഉള്ളിൽ അവരെന്താണ്, യഥാർത്ഥത്തിൽ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന മരണമല്ലേ, അപ്പം ഞാൻ ആ മരണത്തിൻ്റെ ഒരു നല്ലൊരു വേർഷനിലേക്കാണ് ഞാൻ വരുന്നത്. ഇനി ആരും മരണത്തെ പേടിക്കരുത്, അതാണ് എൻ്റെ ലക്ഷ്യം. മരണത്തെ പേടിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൂട്ടുകെട്ട്, ഫെലോഷിപ്പ് എപ്പോഴും ഉള്ളൊരു വ്യക്തിക്ക് മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ടൂറിന് ഊട്ടിക്ക് പോയി തിരിച്ചു വരുന്നു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് പോയി, പക്ഷെ പേരൻസൊക്കെ വീട്ടിലുണ്ട്, അച്ഛനും അമ്മയുണ്ട്. ഇവിടുന്ന് ഊട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരാൻ എന്തിനു ഭയക്കണം നമ്മുടെ വീട്ടിലേക്ക്? നമ്മുടെ പേരൻസ് ഇവിടെ ഇല്ലേ? അവർ പ്രായമായതുകൊണ്ട് അവരൊന്നും പോയില്ല, അവരവിടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ അമ്മയെ കാണത്തുള്ളൂ, ചിലപ്പോൾ അപ്പനെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഇവർ രണ്ടുപേരും കാണും, ചിലപ്പോൾ രണ്ടുപേരും അവരുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. അപ്പം നമ്മൾ ടൂറിന് പോയിട്ട് നമ്മൾ ഏറെ സന്തോഷത്തോടെയാണ് വരുന്നത്. കാരണം എന്താ, അച്ഛന് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനമുണ്ട്, അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനമുണ്ട്, ഈ പോയ വിശേഷങ്ങളൊക്കെ പറയണം, സന്തോഷിക്കണം, അടിച്ചു പൊളിച്ചായിരിക്കും വരുന്നത്. അത്രയേ ഉള്ളൂ മരണം. ഇപ്പം നിങ്ങളുടെ ഭയം അറിയാം. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട്, കാരണം ഈ ലോകം ഈ ജീവിതം ഒക്കെ നശ്വരമാണ്, അനശ്വരമായത് ദൈവം മാത്രമാണ്, സ്വർഗം മാത്രമാണ്. അപ്പോൾ
നമ്മുടെ അനശ്വരനായ ദൈവത്തെ, നമ്മുടെ അപ്പനായ പിതാവായ ദൈവത്തെ, നമ്മുടെ പിതാവെങ്കിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഇവിടെയൊക്കെ കണ്ട് അടിച്ചുപൊളി യാത്രയൊക്കെ ചെയ്തിട്ട് തിരിച്ച് സന്തോഷത്തോടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനും, അല്ലെങ്കിൽ അപ്പൻ കൊടുത്ത കാര്യങ്ങൾ ഞങ്ങൾ പലർക്കും കൊടുത്തു, അതൊരു സുവിശേഷകരണമൊക്കെ വിചാരിച്ചോ, അല്ലെങ്കിൽ മോറൽ സൈഡ്, അല്ലെങ്കിൽ പിന്നെ മോട്ടിവേഷൻ, നല്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണെന്ന് വെച്ചോ, നന്മകൾ ചെയ്തിട്ട് ഇതെല്ലാം ഞാനും അവർക്കെല്ലാം ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടി തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഹെവൻലി ഫാദറിൻ്റെ അടുത്ത് പോവുകയാണ്. ആ ഒരു ഈ ജീവിതത്തിൽ നിന്ന് ഇപ്പം ദൈവത്തിൽ നിന്ന് വന്ന് നമ്മൾ ഈ ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് അത് ജനനം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഒരു സെപ്പറേഷനാണ് മരണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനും ഭയക്കണം? അല്ല, നമ്മൾ ഈ ഫ്രോഡുകളായിട്ട് ജീവിച്ചും ദൈവത്തിനും മനുഷ്യനും ഇഷ്ടമില്ലാതെ ജീവിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചും മറ്റുള്ളവർക്ക് ഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്തും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും നമുക്ക് തോന്നിയ പോലെ ജീവിച്ചും, ഇപ്പം ഈ ബൈബിളിൽ പറയുന്ന പോലെ ഈ ലോകാവസാനമല്ല അവലക്ഷണം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സെക്സുകൾ, അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെ പറയുന്നത് പരസ്ത്രീ ബന്ധം, അങ്ങനെ എന്ത് പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെ വഞ്ചിച്ചും ചതിച്ചും സ്വന്തം പാർട്ട്നേഴ്സിനെ ചതിച്ചും വഞ്ചിച്ചും കുടുംബത്തെ വഞ്ചിച്ചും നമ്മളെ തന്നെ വഞ്ചിച്ചും, ദൈവത്തെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നാലും വഞ്ചിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ ദൈവം കണ്ണ് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഉയരത്തിലുള്ളവർ നമ്മളെപ്പോഴും നോക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് മേലോട്ട് ചെല്ലാൻ പറ്റുമോ അപ്പൻ്റെ അടുത്തോട്ട്? അവിടെയാണ് മരണത്തെക്കുറിച്ച് ഭയം വരുന്നത്. അത് തന്നെ അപ്പനേക്കാൾ കൂടുതൽ ഈ യാത്രയെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് വീട്ടിലോട്ട് ഇനി തിരിച്ചു പോകണ്ട. ചിലർ അമേരിക്കയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ന്യൂസിലൻഡിലും UK പോയിട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ അങ്ങോട്ട് നാട്ടിലേക്കില്ല, ഞങ്ങളിവിടെ സെറ്റിലാവുക. അപ്പം അങ്ങനെ മനസ്സുള്ളവർക്കാണ് ഈ മരണത്തെ ഭയവും മരണത്തോട് ദേഷ്യവും ദൈവത്തോട് ദേഷ്യമൊക്കെ തോന്നുന്നത്. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ജനനം പോലെ തന്നെ ഈ മരണവും ആഘോഷിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളും കർമ്മങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നെങ്കിലും മൊത്തം ചെയ്ത് തീർത്ത് സന്തോഷത്തോടെ അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള സ്നേഹം, ദൈവസന്നിധിയിൽ ഉള്ള നമ്മുടെ സമർപ്പണം, നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ, നമ്മുടെ കുടുംബത്തെ എല്ലാം നോക്കി. ഒരു രാജാവിനോട് നാദാം പ്രവാചകം എന്ന് പറയുന്നുണ്ടല്ലോ, ആ രാജാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നീ നിൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുക, നിൻ്റെ സമയമായി മേലോട്ട് പോകാമെന്ന്. ഹിസ്കിയാവ്. അപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തെന്നറിയോ? ഭിത്തിയിലോട്ട് ചരിഞ്ഞ് കിടന്ന് കരഞ്ഞു, എൻ്റെ കുറവുകൾ മറക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞ് പുള്ളിക്ക് പിന്നെ നാദാം പ്രവാചകം എന്ന് പറഞ്ഞു തോന്നുന്നു 15 വർഷം കൂടെ നിൻ്റെ ആയുസ് നീട്ടി കിട്ടിയിരിക്കുന്നു. അപ്പം നമ്മളെ തന്നെ ക്ലിയർ ആക്കുക. ഡെയിലി നമ്മളെ തന്നെ ക്ലിയർ ആക്കുക. നമുക്കൊരു തെറ്റ് പറ്റാം, ഈ ജഡത്തിലിരിക്കുമ്പോൾ തെറ്റ് പറ്റാം, കുറ്റങ്ങൾ പറ്റാം, അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. കഴിയുന്നതും വീണ്ടും ആ തെറ്റിലേക്ക് വീണ്ടും പോകാതെ ഇരിക്കുക. ഞാനൊക്കെ ഇതൊക്കെ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ധൈര്യമായിട്ട്. ഞാനും ബൈബിൾ കോളേജ് സെമിനാറിലൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ് ചെറുതായിട്ടൊക്കെ. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുള്ളത് എനിക്ക് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് മാത്രമാണ് പറയുന്നത്. കാരണം മറ്റേതൊരു സെക്കുലർ കോളേജ് പോലെ പഠിച്ചു പോകുന്നതേ ഉള്ളൂ ബൈബിള് എന്നും പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ അത് ജീവൻ പ്രാപിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. ഇപ്പോൾ സെക്കുലർ കോളേജിനേക്കാളും കഷ്ടത്തിലാണ് ബൈബിൾ കോളേജുകൾ പോകുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ നല്ലതെന്നല്ല പറയുന്നത്. ബൈബിളിനെ കുറിച്ച് പഠിക്കണം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ ദൈവിക സ്വഭാവം, യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ ആ ഭാവം, ആ സ്വഭാവം ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമ്മളെ ദ്രോഹിക്കുന്നവരോട് എത്രമാത്രം ക്ഷമിക്കാവോ അത്രമാത്രം ക്ഷമിക്കണം. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ദൈവം പറയില്ല കേട്ടോ. യേശു കർത്താവ് പോലും യെരുശലേം ദേവാലയത്തിൽ കയറി കച്ചവടക്കാരുന്ന എല്ലാവരെയും കയറ് ചുരുട്ടി അടിച്ച് ഇറക്കി വിട്ടത്. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കണം. അവിടെ അപ്പനും ഗൗരിയും കൂടെ ഭയങ്കര സംഭാഷണമൊക്കെയാണ്. പ്രതികരിക്കേണ്ട പോലെ നമ്മൾ പ്രതികരിച്ചേ മതിയാവും. അത് വേറൊരു കാര്യം.
ഇപ്പോൾ എന്നോട് ചില ആൾക്കാർ പറഞ്ഞ ചില സബ്ജക്റ്റ് എല്ലാവരും പറയാം, പിന്നെ അയ്യോ ചേച്ചി അല്ലെ മാഡം ഒരു ലോങ് വീഡിയോസ് തന്നെ കുറച്ച് നേരം ഞാൻ കേട്ടിരിക്കാൻ പറ്റും, ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ലോങ് വീഡിയോസ് അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് പോകുന്നത് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേൾക്കട്ടെ. ഒരാളെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം നല്ലതാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കിയാൽ അതിൽ പരം വിജയം നമുക്കൊന്നുമില്ല. നമ്മളെ പുച്ഛിക്കുന്നവരുണ്ട്, അത് ലോക സഹജമാണ്. അതെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അത് അവരുടെ പേഴ്സണാലിറ്റി അവർ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നല്ല പേഴ്സൺസ് ആയിരിക്കുക, നല്ല വ്യക്തികളായിരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കാനും എന്നും പറഞ്ഞ് സത്യമില്ലാത്ത കാര്യത്തിലും ചീത്ത കാര്യമെല്ലാം അംഗീകരിക്കാനും ഞാൻ പറഞ്ഞ് വ്യക്തിപരമായി നമ്മൾ അവരെ അംഗീകരിക്കുക. പിന്നെ അവരുടെ പ്രവൃത്തി ദോഷം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കും കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല. ഈ മരണം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഊട്ടിക്ക് പോകുന്നു, ടൂർ പോകുന്നു. അപ്പോൾ നമ്മുടെ വീടെന്ന് വെച്ചാൽ സ്വർഗം. ഊട്ടിക്ക് പോകുന്നു, നമ്മൾ ടൂർ പോകുന്നു, പുതിയൊരു ദേശം കാണാൻ പോകുന്നു, അവിടെ അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരുന്ന, അവിടുന്ന് റിട്ടേൺ അടിക്കുന്നതാണ് മരണം. ആ ഒരു ഊട്ടിയുമായിട്ടുള്ളൊരു ബന്ധം വിടുമ്പോൾ അതാണ് മരണം. പക്ഷെ അതിന് നേരെ വന്ന് സന്തോഷത്തോടെ വരുന്നത് നമ്മുടെ സ്വർഗമെന്ന വീട്ടിൽ തന്നെ. ഇത്രയേ ഉള്ളൂ മരണം. ഇപ്പം സത്യം പറഞ്ഞാൽ നെറ്റ് തുറന്ന് ഞാൻ എപ്പോഴും പറയും, ദൈവമേ ഞാൻ പ്രമാണം എന്നൊക്കെ പറയുന്നത്, പ്രണാമത്തിനും പ്രമാണം എന്നൊക്കെ പറയുന്നത് ഞാൻ ചില സമയത്ത്. അല്ല, ഈ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ആദരാഞ്ജലികൾ ഇട്ടും ഈ പ്രണാമം ഇട്ടും. ഞാൻ പ്രണാമമൊന്നും ഇടാൻ പോകാറില്ല. ചിലപ്പം ഒരു സാഡിൻ്റെ ഒരു സ്മൈൽ ഇട്ട് എന്തോ എങ്ങനെ ഇട്ട് തീർക്കാനാ, ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുമല്ലേ. ആദരാഞ്ജലി അവിടെ പോയി ഇവിടെ പോയി 27 വയസ്സ് 36 വയസ്സ് 43 വയസ്സ്. ഈ പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ ഇപ്പം കാണാൻ ഒത്തിരി പാടാണ്. എല്ലാം ഇപ്പോൾ ചെറുപ്പക്കാരാണ് മരിച്ചു പോകുന്നത്. ആ ഒരു പട്ടികയിൽ ഞാനും വന്നു. ഹാർട്ട് അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, ഒരു സൈഡ് തളർന്നു, അത് ശരിയായി. പിന്നെ അതുകൊണ്ട് ഈ മുട്ടയൊക്കെ അടിച്ചു. ഒരു കൈ കൊണ്ട് മാത്രം, ഇടത്ത കൈ കൊണ്ട് മാത്രം തല മുടി മാനേജ് ചെയ്യാൻ പറ്റത്തന്നെ തല മുട്ടയടിച്ചു. അങ്ങനെ ഒരു സ്റ്റൈലായി. എന്നെ കാണാൻ കൊള്ളത്തില്ലേ? വേറെ ഇല്ലെങ്കിൽ അല്ലേ? ഓക്കെ, അതെങ്ങനെ എനിവേ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമ്മളെല്ലാവരും ഓരോരുത്തരും വിചാരിക്കുന്ന അവരവരെ കഴിഞ്ഞ് സൗന്ദര്യം വേറെ ആർക്കും ഇല്ലെന്ന് തന്നെ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ എനിക്കും അതൊരു ഇതാവുമല്ലോ, ഞാൻ സുന്ദരിയാന്ന് പറയാമല്ലോ. അപ്പോൾ ഈ ഒരു നല്ല സൗന്ദര്യം നമ്മൾ ദൈവത്തോട് ചേർന്ന് ഇഴുകി ജീവിച്ചാൽ, നമ്മളെല്ലാവരോടും ദൈവീയമായ സ്നേഹവും ആ സന്തോഷവും പങ്കിട്ടാൽ, നമ്മുടെ പാർട്ട്നേഴ്സിനെ ചതിക്കാതെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ ദ്രോഹിക്കാതെ, അവരെ പിന്നെ വിഷമിപ്പിക്കാതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാതെ, എല്ലാം നല്ല രീതിയിലൊക്കെ നോക്കി, കുടുംബമൊക്കെ നോക്കിയൊക്കെ നല്ല രീതിയിൽ നല്ല ജോലി സ്ഥലത്തായാലും പിന്നെ സ്ഥാപനങ്ങളെ വഞ്ചിക്കാതെയും നല്ലപോലെ ടൈമിന് കറക്റ്റായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് വരുന്ന എന്താ പറയുക കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് അവർക്ക് വേണമെന്നെല്ലാം ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന എല്ലായിടത്തും നമുക്കൊരു സ്പിരിച്വൽ ബേസിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ഈ ലോകത്തോട് ഗുഡ് ബൈ പറയാം. ഗുഡ് ബൈ എർത്ത്, ഗുഡ് ബൈ എർത്ത്ലി ലൈഫ്. ഭൂമിയിലെ ജീവിതത്തോട് നമുക്ക് ചിരിച്ചുകൊണ്ട് ഐ ആം ഗോയിങ് ടു മൈ ഓൺ ഹൗസ് നിയർ മൈ ഡാഡി. ഓക്കെ, എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോവുകയാണ്, എൻ്റെ സ്വന്തമായ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം വീട്ടുകാരോടായാലും എല്ലായിടത്തും നല്ല ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നല്ല അടിച്ച് പൊളിച്ച് നമുക്കൊക്കെ പോവാം. പിന്നെ അപ്പോൾ ചിലർ ചോദിക്കും, ചിലർ മരിക്കുമ്പം പിടഞ്ഞ് മരിക്കുമല്ലോ, അത് മരിക്കില്ല ഇത് മരിക്കില്ല. അത് നമ്മൾ ജീവിക്കുന്ന ഒരാൾക്കൊരു കുത്ത് കിട്ടുമ്പോൾ ആ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ കിട്ടുന്നത് അവിടെ തുളഞ്ഞങ്ങ് പോകും അല്ലേ. അപ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസും കാപ്പിലറീസും എല്ലാം നർവ്സും എല്ലാം ബ്രേക്കായി പോവാണ്. അപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ഷിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ ജീവൻ പോകുമ്പോൾ ഈ ശരീരം നമ്മൾ ആത്മാവ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ശരീരം കേടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ശരീരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഈ നമ്മളാകുന്ന നമ്മുടെ ആത്മാവ് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്, വെളിയിൽ പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിറയലും വെപ്രാളമൊക്കെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അത് ആത്മാവിന് ആ വെപ്രാളം വേദന ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ഈ ശരീരത്തിന് മാത്രമാണോ എന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് ആത്മാവിൻ്റെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്യുക, വായിക്കുക, കേൾക്കുക, വീഡിയോസ് കേൾക്കുക. വായിക്കുന്ന അത്ര താല്പര്യമില്ല, മടിയാണ്. അങ്ങനെ കേൾക്കുന്ന ഇപ്പോഴും കുറച്ച് മുമ്പ് ഞാൻ കേട്ടിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അപ്പം പല രീതിയിൽ ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല,
ശരീരമൊക്കെ ഏറെക്കുറെയൊക്കെ നല്ലതായിരിക്കും. ആ ടൈം